ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീട് പണി ഇതിനു മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തറ ഇടുന്നതും അതുപോലെ തന്നെ തറൻ്റെ ബെൽറ്റ് കെട്ടുന്നതൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന 3ാമത്തെ വീഡിയോ ആണ്, തറ നിറയ്ക്കുന്ന വീഡിയോ ആണ്. അതായത് ഇതിന് മുമ്പ് കുറച്ച് കൊടുന്ന് ഇട്ടിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തറ നിറയ്ക്കാനുള്ള സാധനം ഏകദേശം ഒരു പകുതിയോളം ഇപ്പോൾ തറ നിറച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇത് നമ്മുടെ ഈ കോറി വേസ്റ്റ്, അതായത് എംസാൻ പൊടിൻ്റെ വേസ്റ്റാണ് നമ്മളിപ്പോൾ ഈ തറ നിറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ വീടിൻ്റെ തറ. 650 സ്ക്വയർ ഫീറ്റാണ് നമ്മളെ ഇതിൻ്റെ വിസ്തീർണം വരുന്നത്. 2 ബെഡ്റൂം, ഒരു കിച്ചണ്, ഒരു ഹാള്. അതാണ് ഇപ്പം നമ്മുടെ മെയിനിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ബായി. റോട്ടിൽ, അതായത് റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് വരണം നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഇത് ലോഡ് ഇറക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ അർബാനയിൽ ഈ ഒരു ബായി കൊടുന്നിടും. ഞാൻ നമ്മളെ ബായി പണിക്കാരന്. ഇത് ഒരു ലോഡ് ഈ ഒരു കോറി പൗഡറിൻ്റെ റേറ്റ് വരുന്നത് 2400 രൂപയാണ്. 2400 റുപ്യാണ് വരുന്നത്. ഇത് കൊണ്ടുവന്നിരുന്ന ബംഗാളിക്ക്, അതായത് നമ്മളിപ്പോൾ കണ്ട ഈ ബായിക്ക് അയാളെ കൂലി വരുന്നത് 2000 റുപ്യാണ്. ഇത് റോഡ് സൈഡിലാണ് ഇപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് കോറി വേസ്റ്റ്. ഈ കോറി വേസ്റ്റ് നമ്മൾ തറ നിറയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ നല്ലപോലെ തറക്ക് വെള്ളം അടിച്ചു കൊടുക്കണം. വെള്ളം എത്രത്തോളം നമുക്ക് അടിക്കാൻ പറ്റും അത്രത്തോളം വെള്ളം നമ്മൾ തറക്ക് നിറച്ചു കൊടുക്കണം. എന്നാലേ ഈ ഒരു കോറി വേസ്റ്റ് താഴേക്ക് ഇറങ്ങി പോകുള്ളൂ. ഇല്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും വീടിന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം ഈ തറ നമ്മൾ നിറച്ചത് ഏകദേശം നല്ലപോലെ മഴ കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഇടവഴി കൂടെ വേണം നമ്മളെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മളെ ബായിമാർ. അപ്പോൾ ഇനിയും നല്ല കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.